പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം, വാമനമൂർത്തിയുടെ ജന്മം കൊണ്ട് ധന്യമായ ദിവസം. മലയാളികളെല്ലാവരും വളരെ സന്തോഷത്തോടെ തിരുവോണം ആഘോഷിക്കണം. എല്ലാവർക്കും ഐശ്വര്യപ്രദമായ സന്തോഷകരമായ തിരുവോണാശംസകൾ. അങ്ങനെ ചിങ്ങമാസത്തിലെ വെളുത്ത വിജയദ്വാദശി ദിവസം തിരുവോണം നക്ഷത്രത്തിലാണ് ഭഗവാൻ അതിഥി ദേവിയിൽ നിന്നും അവതരിച്ചത്. ആ വാമനമൂർത്തി ഭാഗവതത്തിലെ ആ ശ്ലോകങ്ങളെ വായിക്കാം. ശ്രീശുക ഉവാച ഇത്തം വിരിഞ്ജസ്തുത കർമ്മവീര്യ പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജ ശംഖഗദാബ്ജചക്ര വിശംഗവാസാ നളിനായ ദക്ഷണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വാമനമൂർത്തെ മോഹനമൂർത്തെ പാവനകീർത്തെ പാഹി മാം. വാമനമൂർത്തെ മോഹനമൂർത്തെ പാവനകീർത്തെ പാഹി മാം. ശ്യാമാവതാദോ ഝഷരാജകുണ്ടല തിഷോല്ലസൽ ശ്രീവദനാംബുജപുമാൻ. ശ്രീവത്സവക്ഷാവലയാംഗദോല്ലസൽ കിരീട കാഞ്ചീഗുണ ചാരുനൂപുര. മധുരതവ്രാത വിഘുഷ്ടയാ സ്വയാ വിരാജിത ശ്രീവനമാലയാ ഹരി. പ്രജാപതേർവേശ്മതമസ്വരോജിഷ വിനാശയൻ കണ്ഠനിവിഷ്ട കൗസ്തുഭ. ദിശ പ്രസേതു സലിലാശയസ്തദാ പ്രജാപ്രഹൃഷ്ട ഋതവോ ഗുണാന്വിതാ. ദ്യൗ അന്തരിക്ഷം ക്ഷിതി അഗ്നിജിഹ്വാ ഗാവോ ദ്വിജാ സഞ്ജഹൃഷു നഗാശ്ച. ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു. സർവേ നക്ഷത്രതാരാദ്യ ചക്രുതജ്ജന്മ ദക്ഷിണം. ദ്വാദശ്യാം സവിതാതിഷ്ഠൻ മധ്യന്തിനഗതോ നൃപ. വിജയാ നാമ സാ പ്രോക്ത യസ്യാം ജന്മവിദുർഹരേ. ശംഖദുന്ദുഭയോ നേതു മൃദംഗപണവാനകാ. ചിത്രവാദിത്രതൂര്യാണാം നിർഘോഷസ്തു മുലോഭവൽ. പ്രീതാശ്ചാപ്സരസോ നൃത്യൻ ഗന്ധർവപ്രവരാജഗു. തുഷ്ടുർമുനയോ ദേവാ മനവ പിതരോഗ്നയ. സിദ്ധവിദ്യാധരഗണാ സഖിം പുരുഷ കിന്നരാഃ. ചാരണായക്ഷരക്ഷാംസി സുപർണാഭുജഗോത്തമാഃ. ഗായന്തോ അതിപ്രശംസന്തോ നൃത്യന്തോ വിബുധാനുഗാഃ. ആദിത്യ ആശ്രമപദം കുസുമൈ സമവാകിരൻ. ചിങ്ങമാസത്തില് വെളുത്ത വിജയദ്വാദശി ദിവസം തിരുവോണം നക്ഷത്രത്തില് ഭഗവാൻ അതിഥി ദേവിയില് അവതരിച്ചു. കിരീട കടകകുണ്ടലാദികള്, വനമാല, 4 തൃക്കൈകള്, പീതാംബരപ്പെട്ട് ഇങ്ങനെ ഇതുകളോടൊക്കെ കൂടിയ ഭഗവാന്റെ ആ ദിവ്യ രൂപത്തെ അതിഥി കശ്യപന്മാര് കണ്ട് കൺകുളിർക്കെ കണ്ട് ആനന്ദിച്ചു. ഗൽഗതത്തോടുകൂടി അവര് സ്തുതിച്ചു. ദേവന്മാരെ പുഷ്പവൃഷ്ടി ചെയ്തു. അപ്സരസ്സുകളെ നൃത്തം വെച്ചു. ഈ സന്ദർഭത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ ഭഗവാൻ ആ ദിവ്യ രൂപത്തെ മറിച്ച് ഒരു വടുവാമനനായി ശോഭിച്ചു. ആ വാമനമൂർത്തിയെ എല്ലാവരും മനസ്സുകൊണ്ട് നമസ്കരിക്കാം. നമുക്ക് എല്ലാവർക്കും ഈ തിരുവോണം എല്ലാവർക്കും സകല ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗവതത്തിലേക്ക് കടക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം 50-ാമത്തെ അധ്യായം ഇന്ന് ആരംഭിക്കുന്നു. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ 50-തമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ 50-ാമത്തെ അധ്യായത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജരാസന്ധനെ ഭയന്ന് എന്നുള്ള ഒരു നാട്യം, ആ നാട്യത്തിലാണ്
തന്റെ ജനങ്ങൾക്ക് വസിക്കാനായിട്ട് സമുദ്രമധ്യത്തില് ഒരു ദുർഗം ഉണ്ടാക്കുകയാണ്. അങ്ങനെ സ്വന്തം ജനങ്ങളെയൊക്കെ ആ ഒറ്റ രാത്രി കൊണ്ട് ആ ദ്വാരകയിലേക്ക് അങ്ങോട്ട് മാറ്റി. അങ്ങനെ കാപട്യം കാണിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്ന അസുരന്മാരെ കപടമാർഗത്തിൽ കൂടി ഭഗവാൻ നശിപ്പിക്കുന്നു. ധർമ്മിഷ്ഠന്മാരെ ധർമ്മമാർഗത്തിൽ കൂടിയും ജയിച്ചു എന്ന സംഗതി ഈ അധ്യായത്തില് വിവരിക്കണം. ജരാസന്ധനും ഭഗവാനും തമ്മില് യുദ്ധത്തിനുണ്ടായ കാരണം എന്താണെന്നാണ് ഇതാദ്യം പറയണത്. കംസന്റെ ഭാര്യമാരായിരുന്ന അസ്ഥി പ്രാപ്തി എന്ന 2 പേര് ജരാസന്ധന്റെ പുത്രിമാരാണ്. അവര് ജരാസന്ധന്റെ അടുത്തെത്തി സങ്കടം പറഞ്ഞു. തന്റെ കുട്ടികളുടെ വൈധവ്യത്തിന് കാരണം രാമകൃഷ്ണന്മാരാണെന്ന് അറിഞ്ഞപ്പോ ക്രുദ്ധനായിട്ടുള്ള ജരാസന്ധൻ അവരെ എങ്ങനെയും നശിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചു. 23 അക്ഷൗഹിണി സൈന്യങ്ങളോട് കൂടിയിട്ട് ആ മധുരാപട്ടണത്തെ അങ്ങോട്ട് വളഞ്ഞു. പെട്ടെന്ന് ഭഗവാനും യുദ്ധത്തിനൊന്നും തയ്യാറായിണ്ടായിരുന്നില്ല. അത്ര സൈന്യബലമൊന്നുമില്ല ഭഗവാന്. അങ്ങനെ ഭഗവാനും ബലരാമനും ഇത് കണ്ട് കൂടി ആലോചിച്ചു. ആ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഭഗവാന്റെയും ബലരാമന്റെയും ദിവ്യമായ തേരും ആയുധങ്ങളും ആകാശമാർഗത്തിൽ കൂടെ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ സൈന്യങ്ങളെ മുഴുവനും കൂട്ടിച്ചേർത്ത് യുദ്ധത്തിനൊരുങ്ങി ശംഖനാദം ചെയ്തു. അങ്ങനെ ജരാസന്ധനും ബലരാമനും തമ്മിൽ ഏറ്റുമുട്ടി. ഭഗവാൻ ജരാസന്ധന്റെ സൈന്യങ്ങളോട് യുദ്ധം ചെയ്തു. ഭയങ്കരമായ ആ യുദ്ധത്തിലെ ചോരപ്പുഴ ഒഴുകി. ഭഗവാൻ സൈന്യങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി. ബലരാമൻ ജരാസന്ധനെ പിടിച്ചു കെട്ടി കൊല്ലാൻ ഭാവിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ഇപ്പൊ അദ്ദേഹത്തെ കൊല്ലണമെന്നില്ല. ഭൂഭാരഹരണത്തിനായി നാം കൊല്ലാൻ ഉദ്ദേശിക്കുന്നവരെ സൈന്യത്തെ ചേർത്ത് ഇനിയും ഇങ്ങോട്ട് കൊണ്ടുവരും. അതുകൊണ്ട് അവര് ഒരു സഹായമാകും. അപ്പൊ അത് കേട്ടിട്ട് ബലരാമൻ ജരാസന്ധനെ അഴിച്ചുവിട്ടു. പരാജിതനായ ജരാസന്ധനെ അപമാനഭാരം കൊണ്ട് സന്യസിച്ച് തപസ്സിന് പുറപ്പെട്ടു. ഇനി യുദ്ധത്തിനില്ല. അപ്പൊ പക്ഷെ ശിശുപാലാദി രാജാക്കന്മാര് അത് ഇപ്പോഴത്തല്ലേ, ഒരു തവണ തോറ്റു എന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ച് ഇനി സന്യാസത്തിനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു. പിന്നെയും സൈന്യശേഖരം ചെയ്ത് വീണ്ടും 23 അക്ഷൗഹിണി സൈന്യങ്ങളെ ഉണ്ടാക്കി ഭഗവാനോട് വീണ്ടും യുദ്ധത്തിന് പുറപ്പെട്ടു. ആ യുദ്ധത്തിലും സൈന്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ജരാസന്ധൻ തോറ്റു മടങ്ങി. ഇങ്ങനെ 17 പ്രാവശ്യം ജരാസന്ധൻ തോറ്റു ഓടി. 18ാമത് യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. ഈ സന്ദർഭത്തില് ശ്രീനാരദ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് കാലയവനൻ എന്ന മ്ലേച്ഛ രാജാവ് 3 കോടി യവന സൈന്യങ്ങളോടുകൂടി യുദ്ധത്തിനൊരുങ്ങി മധുരാപട്ടണത്തെ അങ്ങോട്ട് വളഞ്ഞു. ഇത് കണ്ട് രാമകൃഷ്ണന്മാര് തമ്മിൽ കൂടിയാലോചിച്ചു. ഈ യവനൻ മഹാശക്തനും യാദവന്മാർക്ക് കൊല്ലാൻ പറ്റില്ല ഈ യവനനെ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ജരാസന്ധനും അടുത്ത് തന്നെ യുദ്ധത്തിൽ വരാനാണ് സാധ്യത. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സൈന്യങ്ങൾ കുറവാണ്. ഈ സന്ദർഭത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് ഭഗവാൻ ആ ദേവശില്പിയായ വിശ്വകർമാവിനാൽ സമുദ്രമധ്യത്തിലെ ദ്വാരകാ രാജധാനിയെ സ്വർഗത്തെക്കാൾ അത്ഭുതമായ രീതിയിൽ അങ്ങോട്ട് പണിയിപ്പിച്ചു. അതിമനോഹരമായ അതിഗംഭീരമായിട്ടുള്ള ദ്വാരകാ രാജധാനി ഒരേ ഒരു രാത്രി കൊണ്ട് യാദവന്മാരെ മുഴുവനും ആ സ്വന്തം യോഗശക്തി കൊണ്ട് ദ്വാരകയിലേക്ക് അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു. അവര് രാത്രി കിടന്നുറങ്ങിയത് മധുരയില്, രാവിലെ ഉണർന്നപ്പോഴെവിടെയാ ദ്വാരകയിൽ എന്നുള്ള സമുദ്രമധ്യത്തിലുള്ള അതിമനോഹരമായ കൊട്ടാരത്തിൽ. അങ്ങനെ പ്രഭാതത്തില് 4 തൃക്കൈകളും ധരിച്ച് ആ പത്മമാലിയായിട്ട് യവനൻ കാണുക അങ്ങോട്ട് പുറത്തിറങ്ങാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം
കൃപാതമകം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. അസ്തി പ്രാപ്തിശ്ച കംസസ്യ മഹിഷ്യൗ ഭരതർഷഭ മൃതേ ഭർത്തരി ദുഃഖാർത്തേ ഈയതുസ്മ പിതൃഗൃഹാൻ. അസ്ഥി എന്നും പ്രാപ്തി എന്നും പേരായ രണ്ട് ഭാര്യമാര് കംസനുണ്ട്. ജരാസന്ധന്റെ പുത്രിമാരാണ് ഇവര്. കംസൻ മരിച്ചപ്പോ ആ വളരെ ദുഃഖിതകളായ ഈ രണ്ട് ഭാര്യമാര് പിതാവായ ജരാസന്ധന്റെ ഗൃഹത്തിലേക്ക് പോയി. ഇത് പ്രസിദ്ധമായ സംഗതിയാണ്. പിത്രേ മഗധരാജായ ജരാസന്ധായ ദുഃഖിതേ വേദയാൻ ചക്രതു സർവം ആത്മവൈധവ്യ കാരണം. മഗധ രാജ്യങ്ങളുടെ രാജാവാണ് ജരാസന്ധൻ. പിതാവായ അദ്ദേഹത്തിന്റെ അരികത്ത് പോകുമ്പോ ഈ രണ്ട് മക്കളും വളരെ വ്യസനിച്ച് കരഞ്ഞു. അങ്ങനെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് അച്ഛന്റെ അടുത്ത് അവര് പോയത്. അങ്ങനെ ദേവകി വസുദേവൻ വിവാഹം കഴിച്ചു കൊണ്ടുപോയ കാലം മുതൽക്ക് ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചതുവരെ ഉണ്ടായ ചരിത്രം മുഴുവൻ അച്ഛനെ പറഞ്ഞു കേൾപ്പിച്ച് കരയണവര്. ആ ശ്രീകൃഷ്ണ നിമിത്താണ് ഞങ്ങൾക്ക് ഈ വൈധവ്യം വന്നതെന്ന് അച്ഛനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. കനകവും കാമിനിയും മുഖ്യ കാരണമാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ കാമിനിയാണ് കലഹ കാരണം എന്ന് സൂചിപ്പിക്കുകയാണ്. സതദാ പ്രിയമാകർണ്യ ശോകാമർഷയുതോ നൃപ അയാദവിം മഹിം കർത്തും ചക്രേ പരമമുദ്യമം. ആ പുത്രിമാര് പറഞ്ഞ കാര്യം അങ്ങോട്ട് കേട്ടില്ലേ, ജരാസന്ധൻ കോപം കൊണ്ട് അങ്ങോട്ട് ജ്വലിച്ചു, ദുഃഖവും വർദ്ധിച്ചു. പുത്രിമാര് പറഞ്ഞ ആ കാര്യം അങ്ങോട്ട് കേട്ടില്ലേ, അപ്പോഴേക്കും ജരാസന്ധന് വളരെ ദുഃഖം തോന്നി. അതോടുകൂടി ക്രോധം അങ്ങോട്ട് വർദ്ധിച്ചു. യാദവന്മാരെ മുഴുവൻ നശിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉത്സാഹത്തോടുകൂടി യുദ്ധം ചെയ്യാൻ പുറപ്പെടുകയാണ്. ശ്രീ ശിവബ്രഹ്മർഷി പറയാ, ഹേ രാജാവേ, ഇത്ര എളുപ്പത്തിൽ യുദ്ധത്തിനൊരുങ്ങുന്ന ബുദ്ധിശൂന്യരായ രാജാക്കന്മാർക്കുണ്ടാകുന്ന ഫലം ഇതാണെന്ന് അറിയാൻ അങ്ങേക്ക് ശക്തിയുണ്ടല്ലോ. അതാണ് കംസൻ എന്തൊക്കെ ദുഷ്ടപ്രവൃത്തിയാണ് ചെയ്തത് എന്നുള്ളതൊന്നും ആലോചിച്ചില്ല. കൃഷ്ണന്റെ യോഗ്യതകളെ പറ്റി ചിന്തിച്ചതേയില്ല. തന്റെ ശക്തി പരിശോധിച്ചില്ല. പുത്രിമാര് വന്നു പറഞ്ഞു കരഞ്ഞു. ഭൂമിയില് ഈ ഒരു യാദവനെ പോലും ഇനിമേൽ വെച്ചിരിക്കില്ല എന്നങ്ങോട്ട് ഉറച്ച് യുദ്ധം ചെയ്യാൻ പുറപ്പെടുകയാണ്. അതാണ് അവിവേകങ്ങളുടെ സ്വഭാവം. ഇങ്ങനെയാണ് അക്ഷൗഹിണീഭിർവിംശത്യ തിസൃഭിശ്ചാവിസംവൃത യദുരാജധാനിം മധുരാം നെരുണൽ സർവതോ ദിശം. ജരാസന്ധൻ യദുരാജാവിനോട് എതിർക്കാൻ 23 അക്ഷൗഹിണി സൈന്യങ്ങളെ ശേഖരിച്ചു. അവരോട് ചേർന്ന് യദുരാജാവിന്റെ രാജധാനി നിൽക്കുന്ന തലസ്ഥാനമായ മധുരയുടെ 4 ഭാഗത്തും അങ്ങോട്ട് വളഞ്ഞു. ആ പട്ടണത്തേക്ക് സാധനങ്ങളും കൊണ്ടുപോകുന്ന ജനങ്ങളുടെ വരവ് പോക്കിനൊക്കെ അങ്ങോട്ട് തടുത്തു. ഇതാണ് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ ആദ്യമായിട്ട് ചെയ്യണ കാര്യം. ഇങ്ങനെയാണ് പട്ടണം അങ്ങോട്ട് വളയുക. ഈ യുദ്ധത്തില് പലരും ജരാസന്ധന്റെ പക്ഷത്തിൽ ചേർന്നിട്ടുണ്ട്. അപ്പോ ജരാസന്ധൻ അന്നുള്ള ആ ഭാരത രാജാക്കന്മാരുടെ കൂട്ടത്തിലെ ഒരു പ്രബലൻ തന്നെയാണ്. കലിംഗ രാജാവ്, ബാഹ്ലീക രാജാവ്, കാരുഷ രാജാവ്, ഇവരും ഇവരുടെ സൈന്യങ്ങളും മധുരാപുരിയുടെ പടിഞ്ഞാറ് ഭാഗം തടുത്തു നിന്നു. രുക്മി, വിന്ദാനുവിന്ദന്മാര്, ദന്തവക്ത്രൻ, വിദൂരഥൻ, വിരാടൻ, ഭൂരിശ്രവസ്, ത്രികർത്തൻ മുതലായവരും അവരുടെ സൈന്യവും മധുരാപുരിയുടെ വടക്കേ ദ്വാരം അവിടെയാണ് നിന്നത്, വടക്കേ ഗോപുരത്തിൽ. ഏകലവ്യൻ, ജയദ്രഥൻ, ശല്യര്, കൗരവൻ, കേകയൻ ഇവരും അവരുടെ പടയും കിഴക്കേ ദ്വാരം തടുത്തു നിന്നു. ചേതി രാജാവ്, ജരാസന്ധൻ മുതലായവരും അവരുടെ സംഘവും തെക്കേ ദിക്കിലും അങ്ങോട്ട് വിരോധിച്ചു. ഇതിലെ പ്രബലന്മാരായ പല രാജാക്കന്മാരും അവരുടെ സൈന്യമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ആലോചന കൂടാതെ യുദ്ധത്തിനൊരുങ്ങിയവരാണ്. ജരാസന്ധൻ പറഞ്ഞു യുദ്ധത്തിന് അങ്ങോട്ട് ഒരുങ്ങി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം.
വാമനമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.